അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്നൊരു കാജയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മാവിനൊരു ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് ഒരു കോഴിമുട്ട ഞാൻ ഉടച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ്. ഈ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്നൊരു പിടി വരുന്ന പോലെ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. അപ്പോഴേ ഇതൊന്ന് സെറ്റാവുള്ളൂ. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അതെടുത്ത് ഇതേപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിനേക്കാളൊക്കെ നന്നായിട്ട് ഇത് കനം കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. എല്ലാം പരത്തി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നന്നായിട്ട് ഓയിൽ പരത്തി കൊടുത്ത് ഇതേപോലെ പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഈ കാജ ലെയറായിട്ട് നമുക്ക് ശരിക്ക് കിട്ടുള്ളൂ. ഇത് ഞാൻ ഇതുപോലെ 5 ലെയർ വെച്ചിട്ടാണ് ഞാനിത് ചുരുട്ടിയെടുക്കുന്നത്. എല്ലാം ഞാനിതുപോലെ വെച്ച് കൊടുക്കുന്നില്ല. 5 ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ പൊടി ഇട്ടിട്ട് പിന്നെ ഞാനിത് ചുരുട്ടിയെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും നമുക്കൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇതേപോലെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ചപ്പാത്തി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഓയിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ 5 ലെയറായിട്ട് തന്നെയാണ് ഞാൻ ഇതും വെച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഇതൊന്ന് പതുക്കെ താഴ്ത്തി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അധികം ബലം പിടിക്കാൻ പാടില്ല. നമ്മളിതിങ്ങനെ പതുക്കെ ഒന്ന് പരത്താനേ പാടുള്ളൂ. ഈ ചപ്പാത്തിക്കുഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുമ്പോൾ തന്നെ നമ്മുടെ കാജയുടെ അതേ ഷേപ്പിൽ നമുക്കിത് കിട്ടും. അധികം നമ്മൾ ബലം പിടിക്കുമ്പോൾ ഇതങ്ങനെ ഒട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചിലർ കളർ പൊടിയും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്. ഞാനിതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല.
ഇപ്പം നമ്മുടെ കാജ നല്ല ലെയറായിട്ട് എല്ലാം വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് മൊരിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ക്രഞ്ചി ആയിട്ടുള്ള കാജൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ നമുക്ക് കാജ ഉണ്ടാക്കിയെടുക്കാം, ഈസി ആയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം ഉണ്ടാവും. ഇനി നമുക്കത് പാനി പോലെ ആക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വരണം. അപ്പോഴാണ് ഇതിൻ്റെ പാകം. ഇതേപോലെ നല്ല പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വെരി ടേസ്റ്റി ആയിട്ടുള്ള കാജ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും രുചിയൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രഞ്ചിയാണ്, നമുക്ക് ചായക്കൊക്കെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.